നമസ്കാരം. എല്ലാവർക്കും SK അസ്ട്രോ ലൈഫിലേക്ക് സ്വാഗതം. മിഥുനം രാശിക്കാരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണണം. കാരണം 2026 വക്രശനി 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ കരിയർ, ജോലി, സാമ്പത്തികം, സ്ഥാനമാനം എന്നിവയിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശനിയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി ലഭിക്കുന്ന സാഹചര്യം കൂടിയാണിത്. അതുകൊണ്ട് ശനി നൽകുന്ന ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം ഗുരുവിൻ്റെ അനുഗ്രഹവും ലഭിക്കുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് ഡിസംബർ 11 വരെ 3 പ്രധാന നേട്ടങ്ങൾ മിഥുനം രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം. ഒന്നാമത്തെ നേട്ടം, കരിയറിൽ വലിയ മുന്നേറ്റം. 10ാം ഭാവം തൊഴിൽ, ജോലി, സ്ഥാനമാനം, അധികാരം, സമൂഹത്തിലെ അംഗീകാരം എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ വക്രശനി നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് ചെയ്ത ജോലികളും തീരുമാനങ്ങളും വീണ്ടും വിലയിരുത്തപ്പെടാം. നേരത്തെ ചെയ്ത പരിശ്രമത്തിന് ഫലം വൈകിയിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ഫലം പതുക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാം. ജോലിയിൽ ഉള്ളവർക്ക് കൂടുതൽ ഉത്തരവാദിത്തം ലഭിക്കാം. ചിലർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ ചുമതലകൾക്കോ സാധ്യതയുണ്ടാകാം. ഗുരുദൃഷ്ടി ഉള്ളതിനാൽ ശരിയായ സമയത്ത് ശരിയായ സഹായവും മാർഗനിർദ്ദേശവും ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. രണ്ടാമത്തെ നേട്ടം, സാമ്പത്തിക സ്ഥിരത. ശനി പെട്ടെന്ന് വലിയ സമ്പത്ത് നൽകുന്ന ഗ്രഹമായി മാത്രം കാണേണ്ടതില്ല. പകരം സ്ഥിരമായ സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് ഡിസംബർ 11 വരെയുള്ള ഈ കാലഘട്ടത്തിൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ കൂടുതൽ പക്വത വരാം. അനാവശ്യ ചെലവുകൾ കുറയ്ക്കാനും സമ്പാദ്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകാനും സാധിക്കും. നേരത്തെ മുടങ്ങിക്കിടന്ന സാമ്പത്തിക കാര്യങ്ങൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം ലഭിക്കാം. ജോലിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ ചിലർക്ക് ലഭിക്കാം. പ്രത്യേകിച്ച് സ്വന്തം കഴിവ് ഉപയോഗിച്ച് അധിക വരുമാനം നേടാൻ ശ്രമിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടുത്താം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വേഗത്തിൽ തീരുമാനമെടുക്കാതെ കാര്യങ്ങൾ പരിശോധിച്ചു മാത്രം മുന്നോട്ട് പോകുക. ഒരു കാര്യം ഓർമ്മപ്പെടുത്താണ്, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. മൂന്നാമത്തെ നേട്ടം, അംഗീകാരവും സ്ഥാനമാനവും. നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടത്ര വില ലഭിച്ചിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ പതുക്കെ മാറാം. നിങ്ങളുടെ കഴിവും പരിശ്രമവും മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കാം. ചിലർക്ക് പുതിയ ഉത്തരവാദിത്തം എന്നിവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മിഥുനം രാശിക്കാർ സ്വന്തം കഴിവുകളെ ചെറുതായി കാണരുത്. ഇത്രയും നല്ല സാധ്യതകൾ ഉണ്ടെങ്കിലും വക്രശനി കാലമായതിനാൽ ചില കാര്യങ്ങളിൽ ക്ഷമ ആവശ്യമാണ്. കാര്യങ്ങൾ ഉടനെ നടക്കാത്തതുകൊണ്ട് നിരാശപ്പെടരുത്. ശനി വൈകിപ്പിച്ചേക്കാം, പക്ഷേ പരിശ്രമത്തിന് ഫലം നൽകുന്ന ഗ്രഹമാണ്. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുക. വേഗത്തിലുള്ള നേട്ടത്തേക്കാൾ സ്ഥിരമായ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുക. കരിയറിൽ മാറ്റം വരാം. സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത വരാം. അംഗീകാരം ലഭിക്കാം. പഴയ തടസ്സങ്ങൾ പതുക്കെ മാറാം. ഗുരുദൃഷ്ടിയുടെ അനുകൂലത കൂടിയതിനാൽ ശരിയായ അവസരങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം കൂടുതൽ പ്രയോജനകരമാകാം. ചിലപ്പോൾ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ശനി പതുക്കെ മാറ്റൂ, പക്ഷേ ആ മാറ്റം സ്ഥിരമായിരിക്കും. അതിനാൽ ഡിസംബർ 11 വരെ ലഭിക്കുന്ന ഓരോ അവസരവും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പരിശ്രമം തുടരുക. ആത്മവിശ്വാസം കൈവിടരുത്. സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കുക. കരിയറിൽ വരുന്ന മാറ്റങ്ങളെ പോസിറ്റീവായി കാണുക. മിഥുനം രാശിക്കാർക്ക് ഈ വക്രശനി കാലഘട്ടം ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായി മാറട്ടെ. വ്യക്തിഗത ജാതകത്തിലെ ദശാകാലം, ഗ്രഹനില, മറ്റ് ഭാവങ്ങളുടെ സ്ഥിതി എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.